ബാക്ക് ടു നിലാനിരം. ഒരു അടിപൊളി ഐറ്റം ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത്. ഇത് നമുക്കൊരു മടിയൻ ഫ്രൈഡ് റൈസ് വിളിക്കാൻ പറ്റുന്നില്ല, മടിയൻ ചോറ്, അരച്ച ചോറ് വേണമെങ്കിൽ. ഇതുണ്ടാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 4 ഉള്ളി, 3 തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ബാസ്മതി റൈസ്, ചിക്കൻ, പിന്നെ 3 മുട്ട. ഇത് ഇത്രയൊക്കെ തന്നെ മൂർച്ചുണ്ടായാലും എനിക്കത് പോരാ. അതുകൊണ്ട് വെടിക്കെട്ടിന് മുന്നേ തിരികൊള്ളുന്ന പോലുള്ള പരിപാടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല മൂർച്ചുള്ള കത്തി ഒന്നുകൂടെ മൂർച്ചാക്കി. അപ്പോഴേക്കും എൻ്റെ കൈ മുറിഞ്ഞു. സ്ഥിരമായി നടക്കുന്ന കലാപരിപാടികൾക്ക് ശേഷം ഞാൻ ഉള്ളി തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പല കഥകളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്താണെന്ന് പണ്ടൊരു വിഷുവിന് അമ്മമ്മയുണ്ടല്ലോ, ഇപ്പം ഞങ്ങളുടെ കണ്ണൂരിൽ വിഷുവിനൊക്കെ നമ്മൾ നോൺ വെജ് ഉണ്ടാക്കുക കേട്ടോ, ബിരിയാണി. സോ ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മ ഉണ്ടായിരുന്നില്ല വീട്ടിൽ, അവർ വേറെ എവിടെ ആയിരുന്നു, അച്ഛൻ്റെ വീട്ടിലായിരുന്നു. ഞാൻ വിഷുവിനൊക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോകുമല്ലോ കണി കാണാനായിട്ട്. വീട്ടിലെ കണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ അമ്പലത്തിൽ പോയി തിരിച്ചു വരുമ്പം അമ്മമ്മ ഒന്ന് വീണു. സുവർണ അമ്മീൻ്റെ വീട്ടിൻ്റെ അവിടെ എത്തിയപ്പോൾ വീണിട്ട് കാലുടുക്കി. ഞങ്ങൾ വൈദ്യരൊക്കെ വന്നു, കാലൊക്കെ കെട്ടി. പക്ഷേ ആ സമയത്ത് കാലൊക്കെ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം നടക്കാൻ തീരുവേ, കാരണം അയാൾ ഇങ്ങനെ തിരുമുമല്ലോ. അപ്പം തന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര വേദന, ഹെവി വേദനയായിരുന്നു. പക്ഷെ ഞാൻ കുറച്ച് ചെറുതാണ്, നമ്മളിപ്പോൾ അവാർഡൊക്കെ ഇട്ടിട്ട് നടക്കുന്ന കാലത്ത്. എന്നിട്ട് അന്ന് ഉച്ചയ്ക്ക് തന്നെ അമ്മ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി. ഇപ്പം ഞാൻ ആലോചിക്കുക, ഈ ഒരു കൈ മുറിഞ്ഞത് ഞാൻ ആലോചിക്കുക, ഇനി നൈറ്റ് ഡിന്നർ ഉണ്ടാക്കണമല്ലോ. ഇത്ര ചെറുതാ ബിലോ. അപ്പം അതൊന്നും മനസ്സിലായില്ല, എനിക്ക് ബിരിയാണി മാത്രം മതിയായിരുന്നു. കഥയൊക്കെ കേട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പെട്ടെന്ന് കുക്കിങ്ങിലോട്ട് പോകാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ അരി എടുത്തിട്ട് ഓൾറെഡി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എടുത്തത് ഒരു 4 ഗ്ലാസ് അരിയാണേ. അതിനുശേഷം ചിക്കനിലേക്ക് മസാലയൊക്കെ ആഡ് ചെയ്ത് വെക്കാം. ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്ത് ഉപ്പും മുളകും മഞ്ഞൾ വെച്ചിട്ട് നമുക്കൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ എടുത്തു വെച്ച അരി ഉണ്ടല്ലോ അതിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഞാനിവിടെ 4 ഗ്ലാസ് എടുത്തുകൊണ്ട് 8 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അരി കുക്ക് ചെയ്തെടുത്തത്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ച ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാ ചിക്കനും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഈ ബോക്സ് ഞാനൊരു വളകാപ്പിന് എനിക്ക് പോകാൻ പറ്റാതിരുന്നതുകൊണ്ട് അവർ കൊടുത്തു വിട്ട ബോക്സ് ആയിരുന്നു. അടിപൊളി ബോക്സ് ആണ് കേട്ടോ. അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് മസാല കേട്ടോ. അതിനകത്തേക്ക് ഉള്ളി, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മുളക് പൊടി, മഞ്ഞൾ പൊടി, ഗരം മസാല, ചിക്കൻ മസാല, കൂടെ 2 മുട്ടയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ. പിന്നെ ചിക്കനും കൂടെ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡിയാണ്. അടുത്ത നമ്മുടെ പരിപാടിയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ച റൈസിലേക്ക് ഈ മസാലയും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ തൂവി കൊടുത്തതിന് ശേഷം ഒരു സിമ്മിൽ ഒരു 5-10 മിനിറ്റ് വെച്ച് നല്ല ദം ചെയ്തെടുക്കുക എന്നുള്ള പരിപാടിയാണ്. അപ്പോഴേക്കും നല്ല ഫ്ലേവറൊക്കെ ഇറങ്ങി അടിപൊളി റൈസ് ആയിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.